ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ് ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കുറച്ചധികം വെറൈറ്റിയിലുള്ള ബേർഡുകൾ നമുക്കിന്ന് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരും വെച്ച് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ, ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവിൻ്റെ മക്കളാണ് കേട്ടോ. പല പ്രായത്തിലുള്ള മക്കൾ നമുക്ക് അവൈലബിൾ ആണ്, ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. ഇപ്പോൾ ഇവരുടെ പ്രായം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു 5 to 6 മാസം പ്രായമായിട്ടുള്ള ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഫീഡിങ് സ്റ്റാർട്ട് ആയിട്ടുള്ള ബേബിയാണ് കേട്ടോ. നല്ല ഇണക്കമാണ്, നല്ല സ്നേഹമാണ് കേട്ടോ ഇവർക്ക്. മക്കാവിനെ സംബന്ധിച്ച് മക്കാവിൻ്റെ പ്രത്യേകത തന്നെ പറയുന്നത് ഒന്നാമത് തന്നെ കാണാനുള്ള ഈ ഭംഗി, അത്യാവശ്യം ലാർജ് സൈസാണ്. പിന്നെ ഇവരുടെ കാണാനുള്ളൊരു ഭംഗി, ചിറകിൻ്റെ കളറാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഫേസിലെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒരു പ്രിന്റ് മാർക്ക് പോലെ എല്ലാം ഒരു ഡിഫറൻസ് ആണ്. മറ്റു കിളികളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മക്കാവിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇവരുടെ ഈ മുഖത്തുള്ള മാർക്കിങ്ങും പിന്നെ അവരുടെ കളറും മൊത്തത്തിലൊരു അടിപൊളിയാണ് ഇവന്മാർ. അപ്പോൾ മക്കാവിൻ്റെ പല പ്രായത്തിലുള്ള മക്കളും പിന്നെ വലിയ പേരുകളൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു 5 month പ്ലസ് പ്രായമുള്ള ഒരു ബേർഡാണ്. ക്രോസ്റ്റിംഗ് ആണ്, DNA നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ ആൾക്ക്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 month ഓൾഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഏകദേശം 3 മാസത്തോളം പ്രായമാകുന്ന, സെൽഫ് ഈറ്റിംഗ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുള്ള പ്രായത്തിലുള്ള മക്കളും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവരല്ലാതെ ഇവരുടെ ചെറുത് നമുക്കിപ്പോൾ ഫെദറൊന്നും വന്ന് തുടങ്ങിയിട്ടില്ലാത്ത ചെറിയ കുട്ടികൾ ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബ്രീഡിങ്ങിനും പർപ്പസിനും അല്ലെങ്കിൽ അഡൾട്ട് പേർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ബ്രീഡിങ് അത്യാവശ്യം നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു ബ്രീഡാണ് കേട്ടോ മക്കാവ് എന്ന് പറയുന്നത്. പക്ഷെ ബ്രീഡായി കിട്ടാൻ പൊതുവെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് കിട്ടും. നമുക്ക് ബ്രീഡായി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു റെഗുലർ ഒരു ഇൻകം കൂടെയാണ് മക്കാവ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം മക്കാവിൻ്റെ നമുക്ക് വലിയ പേരുകൾ അവൈലബിൾ ആണ്. ബ്ലൂ ആൻഡ് ഗോൾഡ്, ഗ്രീൻ വിങ്, സ്കാർലറ്റ്, അങ്ങനെ എല്ലാത്തരം മക്കാവും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മക്കാവിൻ്റെ നല്ല പേരുകളെയോ അല്ലെങ്കിൽ ഇണക്കി വളർത്താൻ ഇതുപോലെ ഇണങ്ങിയ കുട്ടികളെയോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഹാൻഡ് ഫീഡ് കുട്ടികളെയൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 3 മാസത്തോളം പ്രായമായിട്ടുള്ള സെൽഫ് ഈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബേർഡ്സ് ആണ് കേട്ടോ. ഇവരുടെയും DNA നമ്മൾ എടുത്തിട്ടില്ല, എല്ലാവരും ക്രോസ്റ്റിംഗ് ആണ്. പിന്നെ ഇതൊരു 5 month ആയിട്ടുള്ള ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ബേർഡാണ്. ഇത് കേട്ടോ നമുക്ക് നന്നായിട്ട് ഇണക്കി വളർത്തുന്നത് ഇതുപോലെ ധൈര്യമായിട്ട് ഇവരുടെ വായിലൊക്കെ കൈയൊക്കെ വെച്ച് കൊടുക്കുക, ഇവർ കടിക്കത്തൊന്നുമില്ല. അത് കേട്ടോ ഈ കുട്ടികൾ എല്ലാവരും നമ്മൾ വളർത്തുന്ന രീതി എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഇവരെ കെയർ ചെയ്തിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ലോങ് ടൈമിലേക്ക് ഒരു പെറ്റായിട്ട് ഒരു ബേർഡിനെ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മക്കാവ് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. കാരണം ഇവർക്ക് ലൈഫ് സ്പാൻ ഏകദേശം പറയുന്നത് 60 വയസ്സിന് മുകളിലാണ് കേട്ടോ ആയുസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു നോർമൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫ് സ്പാൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ വൺസ് ഒരു പെറ്റായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്കിത് വീട്ടിൽ പെറ്റായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഇവരെ പ്രോപ്പറായിട്ടൊന്ന് കെയർ ചെയ്യാനുള്ള ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു പെറ്റിനെ ചൂസ് ചെയ്യാവുള്ളൂ. അത് വേറൊരു കാര്യം. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് മക്കാവ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീടിനകത്ത് വളർത്താവുന്ന ഒരു ഒറ്റ ബേർഡ് വളർത്തുന്നുള്ളെങ്കിലും ആര് വന്നാലും ഇത് കൊള്ളാലോ എന്ന് പറയുന്നൊരു സ്പീഷീസാണ് മക്കാവ് എന്ന് പറയുന്നത്. ഒരു റോയൽ കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മക്കാവിൻ്റെ ഇണക്കി വളർത്താനുള്ള നല്ല കുട്ടികളെയോ അതല്ലെന്നുണ്ടെങ്കിൽ ബ്രീഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് നല്ല പേരുകളെയൊക്കെ വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിന്ന് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഗ്രേ പാരറ്റിൻ്റെ മക്കളാണ് കേട്ടോ. പല പ്രായത്തിലുള്ള കുട്ടികൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. സംസാരശേഷിയിലെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അല്ലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്പീഷീസാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് എന്ന് പറയുന്നത്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് പൊതുവെ 2 ടൈപ്പാണ് കണ്ടുവരുന്നത്. ഒന്ന് കോങ്കോ ഗ്രേ പാരറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കോങ്കോസ് ആണ് കേട്ടോ. കോങ്കോ ഗ്രേ പാരറ്റ് ആണ് കമ്പാരിറ്റീവ്ലി കുറച്ച് വലിപ്പം വെക്കുന്നത്. അതുപോലെ തന്നെ ഈ ടൈലിൽ റെഡ് ഷെയ്ഡൊക്കെ വരുന്നതൊക്കെ കോങ്കോയ്ക്കാണ്. കോങ്കോ ഗ്രേ പാരറ്റും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കേരളത്തിലധികം കണ്ടുവരാത്ത, ഇതിനേക്കാൾ കുറച്ചുകൂടെ ഒതുങ്ങിയിട്ടുള്ള, അത്രയും കളർഫുൾ അല്ലാത്ത ഒരു ടൈപ്പാണ് നമ്മുടെ ടിംന ഗ്രേ പാരറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടിംന നമുക്ക് ഇന്നിപ്പോൾ സ്റ്റോക്കില്ല. സ്റ്റോക്കുള്ളത് കോങ്കോ സ്പീഷീസിൽപ്പെട്ട ഗ്രേ പാരറ്റിൻ്റെ. ഇതിപ്പോൾ ഒരു ആളിപ്പോൾ ഒരു 8 മാസത്തോളം പ്രായമായിട്ടുള്ള ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ബേർഡാണ് കേട്ടോ. ഫുള്ളി ടൈംഡ് ആണ് ആൾ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബേർഡിനെ ഇളക്കി വളർത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എടുത്ത് ഇതുപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ടൈം ചെയ്ത് വളർത്താം. ഇതിപ്പോൾ നമ്മൾ ടൈം ചെയ്ത് വളർത്തിയ ബേർഡാണ് കേട്ടോ. ഇപ്പോൾ സംസാരിക്കാൻ ചെറുതായിട്ടൊക്കെ ആൾ തുടങ്ങിയിട്ടുണ്ട്. അത്ര ക്ലാരിറ്റിയിലായിട്ടില്ല, അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിലാണ് ഇവരെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ധൈര്യമായിട്ട് ഇവരെ വായിൽ കൈവച്ച് കൊടുക്കാനൊക്കെ പറ്റും. കാരണം ഇവർ കടിക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഷുവറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് പ്രോപ്പറായിട്ട് വളർത്താൻ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം ഒരു ബേർഡിന് ചൂസ് ചെയ്യാനേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. അപ്പോൾ
ബേർഡിന് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരും നേരത്തെ മക്കാവിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ലൈഫ് കൂടുതലുള്ള സ്പീഷീസാണ്. അപ്പം നമ്മളൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ശരിക്കും ഇവർ ഇങ്ങനെ ഒരു ബേർഡിനേക്ക് എടുക്കുന്നത്. കാരണം നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റും. ശരിക്കും നമ്മളുടെ വീട്ടിലെ ഒരു മെമ്പർ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഇവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. സംസാരിക്കുന്ന കാര്യത്തിൽ 300 വാക്കുകൾക്ക് മുകളിൽ സംസാരിക്കാൻ കഴിവുള്ളതും അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചോദിച്ചാൽ അതിനുള്ള ആൻസർ ആയിട്ട് എക്സാക്ട് ആൻസർ റെസ്പോണ്ട് ചെയ്യാനും കഴിവുള്ള ഒരു സ്പീഷീസാണ് ശരിക്കും ഗ്രേ പാരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളുടെ ഫാമിലി മെമ്പറിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരെങ്ങനെയാണോ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് അതുപോലെ റെസ്പോണ്ട് ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ട്. അതാണ് ഈ ബേർഡിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേ പാരറ്റ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പീഷീസാണ്. കാരണം ഇവരുടെ ടോക്കിംഗ് എബിലിറ്റി തന്നെയാണ് ഇവരുടെ മെയിൻ റീസൺ. പിന്നെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെച്യൂരിറ്റി പീരീഡ് ഇപ്പോൾ 60 വയസ്സുള്ള ആയുസുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ മെച്യൂരിറ്റി പീരീഡ് വരുന്നത് ഒരു 4 ഇയേഴ്സ് പ്ലസ് ആകുമ്പോഴത്തേക്കാണ് ഇവർ സെക്ഷന് മെച്യൂർഡ് ആവുന്നതും ബ്രീഡിങ് സ്റ്റാർട്ട് ആവുന്നത്. ഇപ്പം നമുക്ക് ഗ്രേ പാരറ്റിൻ്റെ ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ കുട്ടികൾ മുതൽ ഇതിപ്പോൾ ഏകദേശം ഒരു 1 മന്ത് ജസ്റ്റ് 1 മന്ത് മാത്രം പ്രായമുള്ള കുട്ടിയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത്. ഇയാൾ ഏകദേശം ഒരു 3 മന്തോളം പ്രായമാകുമ്പോഴത്തേക്ക് ഇതുപോലെ ആവും, ഈ കുട്ടികളെ പോലെ ആവും. അപ്പോൾ ശരിക്കും നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബേർഡിനെ തന്നെ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഈ കുട്ടിയുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് 35,000 രൂപയാണ് കേട്ടോ. ഈ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ റേറ്റ് വരുന്നത് 35,000 രൂപയാണ്. നമ്മൾ 35,000 രൂപ മുടക്കി ഈ ബേർഡിനെ വാങ്ങിക്കുമ്പോൾ ശരിക്കും നമ്മുടെ വീട്ടിലേക്ക് ഒരു കൊച്ചുകുട്ടി പുതിയതായിട്ട് ജനിച്ചു വരുമ്പോൾ എങ്ങനെയാണോ ആ സെയിം ഇമ്പാക്റ്റ് ആണ് വരുന്നത്. കാരണം ഇവൻ വളർന്നു വരുമ്പോഴത്തേക്ക് ശരിക്കും നമ്മളെങ്ങനെയാണോ അതുപോലെ തന്നെ ആയിത്തീരും. അതാണ് ഞാനൊരു കൊച്ചുകുട്ടിയോട് ഇത് സാദൃശ്യപ്പെടുത്തിയ കേട്ടോ. അപ്പോൾ ഇത് 35 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു ജസ്റ്റ് ഒരു 32 ദിവസം പ്രായമുള്ള കേട്ടോ. ഇനി ഏകദേശം ഒരു 1 മന്ത് എടുക്കും ഇയാൾക്കൊന്ന് തൂവലൊക്കെ ഒന്ന് ചെറുതായിട്ടായി ഒന്ന് വരാൻ വേണ്ടിയിട്ട്. ഇവരെ പോലെ ആകാൻ വേണ്ടിയിട്ട് 3 മന്ത് ടൈം എടുക്കും മൊത്തം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുൾ ഫെതേർഡ് ആയിട്ടുള്ള കുട്ടിയാണ്. ഇവരുടെ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് 40,000 രൂപയാണ് കേട്ടോ. ഈ ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് 40,000 രൂപയാണ്. ഇപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫെതറെല്ലാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ റിസ്ക് കുറവാണ് കമ്പാരിറ്റീവ്ലി. കാരണം ഇവർക്ക് ഇനിയിപ്പോൾ ക്ലൈമറ്റിൽ വേരിയേഷൻ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരത്തില്ല. എന്നാൽ ഒരു ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഒരുപാട് തണുപ്പൊന്നും ഇവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഈ 2 പ്രായക്കാർ തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമുക്ക് കുറച്ച് പേടിയുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും തീരെ ചെറിയ കുട്ടികളെ എടുക്കാനുള്ള ഒരു പേടിയുണ്ടാവും എപ്പോഴും. കാരണം ഇത്രയും ചെറിയ കുട്ടീനെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നും. ശരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ. നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പേടിയുള്ളവർക്ക് ഇതുപോലെ ഫെതേർഡ് ആയിട്ടുള്ള കുട്ടികളെ ചൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. ഇതൊരു പീസിൻ്റെ റേറ്റ് വരുന്നത് 40,000 40,000 രൂപയാണ് കേട്ടോ. ഇയാള് ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു 7 to 8 മന്ത് പ്രായമായിട്ടുള്ള ബേർഡാണ്. ഇയാളെ നമ്മൾ കൊടുക്കുന്ന 50,000 50,000 രൂപയ്ക്കാണ് ഇയാളെ കൊടുക്കുന്നത്. അപ്പോൾ ഇവര് വലുതാവുന്നതനുസരിച്ചിട്ട് ഇപ്പൊ മക്കാവോ ആണെങ്കിലും ഗ്രേ പാരറ്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ അവരുടെ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് അവരുടെ മാർക്കറ്റിലുള്ള റേറ്റും കുറച്ച് ഹയർ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേ പാരറ്റിനെ ഇപ്പോൾ വീട്ടിലൊരു പെറ്റായിട്ട് അത് നല്ല ടോക്കിംഗ് ക്വാളിറ്റി ഉള്ള ഒരു ബേർഡിനെ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബേർഡാണ് ഗ്രേ പാരറ്റ്. ഗ്രേ പാരറ്റ് ഇപ്പോൾ ആൾക്കാരൊക്കെ പറയും, നമ്മൾ ബേർഡിനെ കൊടുത്തു കഴിയുമ്പോൾ വിളിക്കും സാർ ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് വയമ്പ് കൊടുക്കണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫുഡ് സെപ്പറേറ്റ് സ്പെഷ്യൽ ഫുഡ് കൊടുത്താലാണോ ഇത് സംസാരിക്കുന്നത്? ശരിക്കും അങ്ങനെയൊന്നുമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇവരോട് സംസാരിക്കുകയും ഇവരോട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ ഇടപഴകണം ഇവരുമായിട്ട്. ഇവരെപ്പോഴും കയ്യിലൊക്കെ എടുക്കുകയും എപ്പോഴും സംസാരിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇവർ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് തന്നെ പഠിക്കുകയും ചെയ്യും. ശരിക്കും ഇയാൾക്ക് ടോക്കിംഗ് തുടങ്ങി ഈ ചെറിയ പ്രായമായത് കൊണ്ടാണ് ഏകദേശം ഒരു 1.5-2 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളി തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈപ്പാണ് ഈ ഗ്രേ പാരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോക്കിംഗ് ബേർഡിനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പല കൊന്യൂറുകൾക്ക് സംസാരശേഷി ഉണ്ടെങ്കിലും ഇവർക്കെന്ന് പറയുന്നത് ശരിക്കും മനുഷ്യനെ പോലെ തന്നെ സംസാരിക്കാനുള്ള കഴിവാണുള്ളത്. അപ്പോൾ ഗ്രേ പാരറ്റ് വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഗ്രേ പാരറ്റിൻ്റെ പല പ്രായത്തിലും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിപ്പോൾ മക്കാവിൻ്റെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ബ്രീഡിങ് ഇപ്പോൾ ഗ്രേ പാരറ്റിനെ ബ്രീഡ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അഡൾട്ട് പേറുകളും ബ്രീഡിംഗ് പേറുകളുമായിട്ടൊക്കെ ഒരുപാട് പേറുകൾ എപ്പോഴും അവൈലബിൾ ആവാറുണ്ട്. ഇന്നിപ്പോൾ ഗ്രേ പാരറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ഇപ്പോൾ പ്രൂവൺ ആയിട്ടുള്ള ഒരു പെയറിൻ്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 1,30,000 രൂപയ്ക്കാണ്. പിന്നെ അഡൾട്ട് പെയർ ആണെങ്കിൽ ഒരു 1,20,000 1,25 ആ റേഞ്ചിലൊക്കെ അഡൾട്ട് പെയറുകളൊക്കെ കിട്ടും.
ഇവരുടെ പ്രായത്തിനനുസരിച്ചിട്ട് റേറ്റ് കയറി ഇറങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികൾ ഗ്രേ പാറ്റേൺ ഉള്ളത് 35,000 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞാപ്പി കുഞ്ഞിന് 35,000 രൂപയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രേ പാറ്റേൺ നല്ല കുട്ടികളെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ടൈംസ് ഹാൻഡ് ഫീഡ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ഫീഡ് കുട്ടികളെ എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെൽഫ് ഫീഡിങ് ആയിട്ടുള്ള ബേർഡുകളെ ചൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ അടുത്ത സെക്ഷനിൽ വരുന്നത് നമുക്ക് സൺകുനോറിന്റെ കുട്ടികളാണ് കേട്ടോ. ഇതിപ്പോ റെഡ് ഫാക്ടർ സ്പ്ലിറ്റ് സണ്ണിന്റെ കുറച്ച് വെറൈറ്റികൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. സൺകുനൂർ എല്ലാവരും ഇപ്പൊ ഈ ഫ്രണ്ടിൽ എന്റെ കൂടെ ഉള്ളവരെല്ലാവരും സൺകുനൂർ ആണെങ്കിലും ഇവർ ഓരോരുത്തർക്കും ഓരോ റേറ്റും ഓരോ ടൈപ്പുമാണ് ഇവർ. നമുക്ക് ഓരോരുത്തരെ വെച്ച് പരിചയപ്പെടാം കേട്ടോ. ഇത് സൺകുനൂറിന്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺകുനൂറിന്റെ പൈഡ് വെറൈറ്റി ആണ്. ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 15,000 രൂപയാണ് കേട്ടോ. ശരിക്കും സൺകുനൂറിൽ ഏകദേശം 4-5 മ്യൂട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ മ്യൂട്ടേഷൻസിനും മാർക്കറ്റിൽ നിൽക്കുന്ന റേറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന പൈഡ് വെറൈറ്റി ആണ്. ഒരു പീസിന് 15,000 രൂപ വിലയുണ്ട് കേട്ടോ. പൈഡിൻ്റെ ശരിക്കും വലിയൊരു ബ്രീഡിംഗ് പെയറിന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 70,000 രൂപ 75,000 രൂപയൊക്കെ റേറ്റ് കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഒരു കുട്ടിയുടെ റേറ്റ് 15,000 രൂപയാണ്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ ബേർഡിൽ തന്നെ കണ്ടില്ലേ, ഫുള്ള് യെല്ലോ ഷെയ്ഡായിരിക്കും. ഫുള്ളായിട്ടൊരു യെല്ലോ ആയിരിക്കും. കാരണം ഇവിടെ ചിറ കണ്ടോ, മെയിൻ തൂവൽ വരെ യെല്ലോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ചെറിയ പ്രായത്തിലായതാണ് ഒരു ലൈറ്റ് ഷെയ്ഡ് നിൽക്കുന്നത്. ഇവൻ വലുതാവുന്നതനുസരിച്ച് ശരിക്കും സൺകുനൂർ 7 മാസം കഴിയുമ്പോഴത്തേക്ക് എല്ലാ സൺകുനൂറിനും കളർ മ്യൂട്ടേഷൻ വരും. കളർ കുറച്ചുകൂടെ ബ്രൈറ്റ് ആവും. അപ്പോൾ ഇത് ഏകദേശം ഒരു 7 മാസം ആകുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് യെല്ലോ കളറാവും കേട്ടോ. ഡാർക്ക് യെല്ലോ കളറിൽ ടെയിലിൽ പോലും ചിലപ്പോൾ ഈ ബ്ലൂ ഷെയ്ഡും മാറിയിട്ട് പകരം വൈഡ് യെല്ലോ തന്നെ കയറി വരും. അപ്പോൾ ശരിക്കും ഫുള്ള് യെല്ലോ കളറായിട്ടുള്ള ബേർഡിന് നമുക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല പൈഡ്, നല്ല ക്വാളിറ്റിയുള്ള പൈഡ് പാരൻറ്റിൽ നിന്ന് ഇറങ്ങിയ കുട്ടിയാണ്. ഒരു കുട്ടിക്ക് വെറൈറ്റി വരുന്നത് 17,000 രൂപയാണ്. അങ്ങനെ നമുക്ക് 2 കുട്ടികൾ അവൈലബിൾ ആണ്. പിന്നെ അടുത്തായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൺകുനൂറിൻ്റെ തന്നെ റെഡ് ഫാക്ടർ സ്പ്ലിറ്റ്. ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിൽ കണ്ടോ, ഇവർക്ക് അടിയിൽ റെഡ് ഷെയ്ഡ് കൂടുതലായിരിക്കും. നോർമൽ സൺകുനൂറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് അടിയിൽ റെഡ് ഷെയ്ഡ് കൂടുതലായിരിക്കും. ഇവരുടെ പാരന്റ് വന്നിട്ട് റെഡ് ഫാക്ടർ എന്ന് പറയുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺകുനൂറിൽ തന്നെ ബോഡിയിൽ റെഡ് കളർ കൂടുതലുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിൽപ്പെട്ട സൺകുനൂറിന്റെ റെഡ് ഫാക്ടറിന്റെ കുട്ടിയാണ്. എന്ന് വെച്ചാൽ റെഡ് ഫാക്ടറിനെ ബ്രീഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും 2 റെഡ് ഫാക്ടർ പാരന്റിനെ ഒരുമിച്ച്, ഒരു മെയിലിനെ ഒരു ഫീമെയിലിനെ ഒരുമിച്ച് ബ്രീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വേറൊന്നുമല്ല, അങ്ങനെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കുറവുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇമ്മ്യൂണിറ്റി പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നോർമൽ സൺകുനൂറിനെയും പിന്നെ ഒരു റെഡ് ഫാക്ടറിനെയും തമ്മിലാണ് ബ്രീഡ് ചെയ്യുന്നത്. റെഡ് ഫാക്ടർ സൺകുനൂറിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഏകദേശം 1.5 ലക്ഷം രൂപയോളം വിലയുണ്ട്. അപ്പോൾ ഇത് റെഡ് ഫാക്ടറിനെയും നോർമലിനെയും കൂടെ ഇട്ട് നമ്മൾ ബ്രീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ 5 കുട്ടികളുണ്ടായാലും 1-2 കുട്ടികളെ പ്രോപ്പർ റെഡ് ഫാക്ടർ ആയിട്ട് നമുക്ക് ബ്രീഡായി കിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ കളേഴ്സ് ഉണ്ടാവും, എന്നാൽ ഭയങ്കര ടൈറ്റ് റെഡ് ആയിരിക്കില്ല വലുതായി വരുമ്പോഴത്തേക്ക്. എന്നാൽ അത്യാവശ്യം നോർമൽ സൺകുനൂറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് ബോഡിയിൽ റെഡ് ഷെയ്ഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ടൈപ്പിലുള്ള നമുക്ക് 2 സൺകുനൂറിൻ്റെ കുട്ടിയുണ്ട് കേട്ടോ. റെഡ് ഫാക്ടറിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള, റെഡ് ഫാക്ടറിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള, നോർമലായിട്ട് കോംബോയിൽ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുള്ള 2 കുട്ടികളുണ്ട്. ഒരു കുട്ടിയുടെ റേറ്റ് വരുന്ന 5,000 രൂപയാണ്. ഫുൾ ഫെതേർഡ് ആയിട്ടുള്ള കുട്ടിയാണ്. ഫ്രൂട്ട്സ് ചെറുതായിട്ട് കഴിക്കാൻ തുടങ്ങി. ഹാൻഡ് ഫീഡ് നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നുണ്ട് 3 ടൈംസ്. ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായിട്ട് ആപ്പിളൊക്കെ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് കഴിച്ചു തുടങ്ങി. ആ ഒരു പ്രായത്തിലുള്ള കുട്ടിയാണ്. ഒരു കുട്ടിക്ക് വരുന്ന 5,000 രൂപയാണ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമുക്കിന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നോർമൽ സൺകുനൂറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചിറക് ഇപ്പോൾ ഈ ഗ്രീനിഷ് ഷെയ്ഡ് ആയിരിക്കും. ഇവർ വലുതാകുന്നതനുസരിച്ച് ഒരു 7 മന്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ചിറകിൽ ഈ ഗ്രീൻ ഷെയ്ഡെല്ലാം മാറിയിട്ട് പകരം യെല്ലോ ഷെയ്ഡ് കയറി വരും. എന്നിട്ട് ഈ ഒരു ബാക്ക് എൻഡിൽ മാത്രം ഗ്രീനിഷ് ആയിട്ട് നിൽക്കും. ഈ ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 3,500 രൂപ മാത്രമാണ് കേട്ടോ. ഈ ഒരു കുട്ടിക്ക് സൺകുനൂറിൻ്റെ ഈ ഒരു കുട്ടിക്ക് വരുന്ന 3,500 രൂപ. അപ്പോൾ ഇന്നത്തെ ഈ പോർഷനിൽ കാണിക്കുന്ന എല്ലാ കുട്ടികളും സൺകുനൂർ ആണെങ്കിലും ഓരോരുത്തർക്കും ഓരോ റേറ്റും ഓരോ ടൈപ്പുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്നും സെപ്പറേറ്റ് റേറ്റ് വരുന്നത്. ഓരോന്നും സെപ്പറേറ്റ് അവരുടെ സ്പീഷീസിനനുസരിച്ച് സെപ്പറേറ്റ് നെയിമുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ യെല്ലോ ഡോമിനൻ്റ് വെറൈറ്റി വരുന്നത് കേട്ടോ. ഇതിൻ്റെ തൂവലിൽ കണ്ടോ, എന്ന് വെച്ച് ചെറുപ്പത്തിൽ തന്നെ ഈ യെല്ലോ കളേഴ്സ് കയറിയിട്ടുണ്ടാവും. അത്യാവശ്യം മിക്സഡായിട്ട് യെല്ലോ ഗ്രീൻ കോംബോ ആയിട്ടാണ് വരുന്നത്.
അപ്പോൾ ഇതെന്ന് പറയുന്നത് യെല്ലോ ഡോമിനൻ്റ് ആണ് കേട്ടോ, സണ്ണിൻ്റെ യെല്ലോ ഡോമിനൻ്റ്. ഇപ്പോൾ ഇവർ വലുതായി വരുമ്പോഴത്തേക്ക് നോർമൽ സൺകുനൂറും യെല്ലോ ഡോമിനൻ്റ് സൺകുനൂറും ഓൾമോസ്റ്റ് ഒരുപോലെ ഇരിക്കുമെങ്കിലും യെല്ലോ ഡോമിനൻ്റിൻ്റെ കളർ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരിക്കും, നോർമലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ആ കളറൊക്കെ കയറി കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് വരുന്നത് 4500 രൂപയാണ്. അടുത്തായിട്ട് നമുക്കിന്ന് ഉള്ളതെന്ന് വെച്ചാൽ ക്രിംസൺ ബെല്ലിയുടെ കൊനിയറാണ് കേട്ടോ. ക്രിംസൺ ബെല്ലിയുടെ കൊനിയർ വലുതായി വരുമ്പോഴത്തേക്കും നല്ല കളർഫുൾ ആകുന്ന ഒരു പക്ഷിവർഗമാണ്. ഒരുപാട് ലാർജ് സൈസ് ആയിട്ടുള്ള ബേർഡല്ല, നമുക്ക് നല്ല എൻക്വയറി ഉള്ള ഒരു സ്പീഷീസും കൂടെയാണ് കേട്ടോ ക്രിംസൺ ബെല്ലി. ക്രിംസൺ ബെല്ലിയുടെ ഒരു 8 മാസം, ഇപ്പോൾ സണ്ണിൻ്റെ 8 മാസം ആകുമ്പോഴത്തേക്ക് സണ്ണ് യെല്ലോ കളർ ആകുന്ന പോലെ ക്രിംസൺ ബെല്ലിയുടെ ഒരു 8 മാസമൊക്കെ ആകുമ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വരും കേട്ടോ. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഒഴുക്കമുള്ള ചെറിയൊരു പക്ഷിവർഗമാണ് ക്രിംസൺ ബെല്ലിയുടെ. ക്രിംസൺ ബെല്ലിയുടെ കൊനിയൂറിൻ്റെ പല ഏജ് ഗ്രൂപ്പിലുള്ള, ഇപ്പോൾ ഇവരൊക്കെയെന്ന് വെച്ചാൽ ഫെദർ വന്നു തുടങ്ങിയ കുട്ടികളാണ്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ കുട്ടികൾ, തീരെ കുഞ്ഞാപ്പി കുട്ടി വരെ നമുക്ക് കുട്ടികളാണ്. ഇത് ക്രിംസൺ ബെല്ലിയുടെ ഏകദേശം ഒരു 20-22 ദിവസം മാത്രം പ്രായത്തിലുള്ള കുട്ടിയാണ് കേട്ടോ. ഫെദർ വരാൻ വേണ്ടി കുട്ടികളൊക്കെ വന്നു തുടങ്ങുന്ന പ്രായം. ഇപ്പം നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബേർഡാണ്. ഇപ്പോൾ ക്രിംസൺ ബെല്ലിയുടെ കുട്ടികൾ നമുക്ക് അവൈലബിൾ ആണ്. ഇവരുടെ റേറ്റ് വരുന്നത് 3500 രൂപയാണ് കേട്ടോ. ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 3500 രൂപയാണ്. സൺകുനൂറിൻ്റെ ഏകദേശം സെയിം റേറ്റ് ആണ് വരുന്നത്. പിന്നെ ഇവർ കുറച്ചുകൂടെ ഫെതേർഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ഫുൾ ഫെതേർഡ് ആയി കഴിഞ്ഞാൽ ഒരു 4000, 4500 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ ക്രിംസൺ ബെല്ലിയുടെ അത്യാവശ്യം നമുക്ക് നല്ല എൻക്വയറി ഉള്ള ഒരു സ്പീഷീസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറുതും വലുതായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പം ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ പലർക്കും ഈ ബ്രീഡിനെ അറിയാൻ പറ്റും. അങ്ങനെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ, ഇപ്പോൾ ചെറുപ്പത്തിൽ കാണുമ്പോൾ ഒരു ആളെ അല്ല വലുതായി വരുമ്പോഴത്തേക്ക് ഫുള്ള് കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി ബേർഡാണ്. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് വരുന്നത് 3500 രൂപയാണ്. അടുത്തായിട്ട് നമുക്ക് ഇന്നുള്ളത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ബേർഡാണ് ലോറിക്കീറ്റ്. കാണാനുള്ള ഭംഗിയും ഇവരുടെ സംസാരശേഷിയുമാണ് ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവർ ഫ്രൂട്ട്സും ലോറി ഫുഡും മാത്രമാണ് കേട്ടോ ഇവരുടെ ഫുഡ് വരുന്നത്. ഫ്രൂട്ട്സ് ആണ് മെയിനായിട്ട് കഴിക്കുന്നത്. പിന്നെ ലോറി ഫുഡ് എന്ന് പറഞ്ഞൊരു പൗഡറുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വരുന്നത്. അത് വെള്ളത്തിൽ കലക്കി ഒരു ലിക്വിഡ് ഫോമിലാക്കി വെച്ച് കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവരുടെ ഫുഡ് വരുന്നത്. നല്ല സംസാരശേഷിയുള്ള ഒരു ബേർഡ്. ശരിക്കും ഒരു വൈൽഡിൽ എൻവയറമെൻറ്റിൽ കൂടുതലായിട്ട് സർവൈവ് ചെയ്യുന്ന കാരണം ഇവർ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ടും ഇവരുടെ നെയിൽസ് അല്ലെന്നിട്ട് ചുണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പനാണ് കേട്ടോ. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മളായിട്ട് ഇണങ്ങി നന്നായിട്ട് നമ്മളായിട്ട് മിങ്കിളാവുന്ന ഒരു ബേർഡാണ്. ഈ ഒരു കുട്ടിയുടെ റേറ്റ് മാർക്കറ്റ് റേറ്റ് ഒരു 9000 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് കേട്ടോ. ഈ ഒരു പ്രായത്തിൽ നമ്മൾ കൊടുക്കുന്നത് 8500 രൂപയാണ് ഒരു കുട്ടിയുടെ റേറ്റ്. നമുക്ക് ഇന്നിപ്പോൾ 2 കുട്ടികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നന്നായിട്ട് നമുക്ക് ചോദിക്കാറുള്ള ഒരു സ്പീഷീസ് ആണ് കേട്ടോ. പക്ഷെ ഇവർ ബ്രീഡിങ് എന്നൊക്കെ പറയുന്നത് ഒരു ഇച്ചിരി സ്ലോ ആണ് ഇവരുടെ ബ്രീഡിങ്. അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടായാൽ തന്നെ ഒരു പാരന്റിൽ നിന്ന് മാക്സിമം നമുക്ക് 2 കുട്ടികളെ കിട്ടാറുള്ളൂ. റെയർ ആയിട്ടൊക്കെയാണ് ഒരു 3 കുട്ടികളൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് 8500 രൂപയാണ് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ലോറിക്കിറ്റ് എന്ന് പറയുന്നത്. ലോറിക്കിറ്റിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടെങ്കിലും ഇത് വന്നിട്ട് റെയിൻബോ ലോറീസിന്റെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ കുട്ടിയുടെ റേറ്റ് വരുന്നത് 8500 രൂപയാണ്. അടുത്തായിട്ട് നമുക്ക് സ്റ്റോക്കുള്ള കോക്ടെയിലിലെ ഫുൾ ഫെതേർഡ് ആയിട്ടുള്ള കുട്ടിയാണ് കേട്ടോ. നന്നായിട്ട് ഇണങ്ങുന്ന, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ലോ ബഡ്ജറ്റ് കിളികളെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു സ്പീഷീസ് ആണ് കോക്ടെയിൽ. ഇവർക്ക് സംസാരശേഷി ഉണ്ടോയെന്ന് ചോദിച്ചാൽ സംസാരശേഷി ഉണ്ട്, പക്ഷെ നമുക്ക് അത്രയും ക്ലാരിറ്റി കിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു ഡ്രോബാക്ക് പറയുന്നത്. പക്ഷെ നന്നായിട്ട് ഇണങ്ങും, നല്ല കാണാൻ നല്ല ഭംഗിയാണ്. ഈ തലയിൽ തൊപ്പിയൊക്കെ പൊക്കിക്കൊണ്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു കുട്ടിക്ക് ഇപ്പൊ ഇവര് ഹാൻഡ് ഫീഡ് കഴിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് നിന്ന്. ചെറുതായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ട്, വളരെ ലൈറ്റായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്ന 1500 രൂപ മാത്രമാണ് കേട്ടോ. നന്നായിട്ട് ഇണങ്ങുന്ന നല്ല അടിപൊളി ഒരു സ്പീഷീസ് ആണ്. ഇവന്റെ കളർ തന്നെ കണ്ടോ, ഭയങ്കര അട്രാക്റ്റീവ് കളറാണ് കേട്ടോ. യെല്ലോയും ഇപ്പൊ ഈ ചീക്കിലുള്ളൊരു ഇപ്പൊ മെയിലാണെന്നുണ്ടെങ്കിൽ റെഡ് റൗണ്ട് ആണ് വരുന്നത്. ഫീമെയിൽസിനാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. അപ്പം നന്നായിട്ട് ഇണക്കി വളർത്താവുന്ന ഒരു ബേർഡാണ് കോക്ടെയിൽ. കോക്ടെയിലിൽ ഈ ഒരു കുട്ടിക്ക് വരുന്ന 1500 രൂപയാണ് കേട്ടോ. ഈ ഒരു പ്രായത്തിലല്ലാതെ ഇതിനേക്കാൾ ചെറിയ കുട്ടികൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 1000 രൂപ ബഡ്ജറ്റിലേക്ക് നമുക്ക് കുട്ടികൾ വരാറുണ്ട് കേട്ടോ. ഇനി ഇവരുടെ കളറിനനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസമുണ്ട്. ഈ ഒരു കുട്ടിക്ക് വരുന്ന 1500 രൂപയാണ്. ഈ ഒരു പ്രായത്തിൽ നമുക്ക് 2 കുട്ടികളാണ് കേട്ടോ ഇന്ന് സ്റ്റോപ്പ്. അടുത്തായിട്ട് നമുക്ക് ഇന്നുള്ളത് പൈനാപ്പിൾ കുഞ്ഞിന്റെ കുട്ടികളാണ്. പക്ഷെ 2 പേർക്കും ചെറിയ കാലിന് കംപ്ലൈന്റ് ഉള്ള കുട്ടികളാണ് കേട്ടോ. ഇയാളുടെ കാല് അകത്തോട്ട് ചെറുതായിട്ട് ബെൻഡഡ് ആയിട്ടായിരിക്കുന്നത്, ഇയാളുടെ ഒരു കാല് ഫുള്ളായിട്ട് ബെൻഡായിട്ടായിരിക്കും.
അങ്ങനെ ഒരു ചെറിയ ഡ്രോബാക്ക് ഉണ്ട്. ഇവര് നന്നായിട്ട് ഇണങ്ങുന്ന, നല്ല രീതിയിൽ ഇണങ്ങി വളർന്നിരിക്കുന്ന കുട്ടികളും കൂടെയാണ്. ഈ ഒരു കുട്ടിയുടെ റേറ്റ് വെറും 1000 രൂപയാണ് വരുന്നത്. 1000 രൂപ മാത്രമാണ് ഈ കുട്ടിയുടെ റേറ്റ് വരുന്നത്. സാധാരണ രീതിയിൽ നമ്മളെ പൈനാപ്പിൾ ഈ ഒരു പ്രായത്തിൽ കൊടുക്കുന്നത് 1700 രൂപയ്ക്കാണ് കേട്ടോ. ഇപ്പൊ കാലിൽ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പെറ്റായിട്ട് വളർത്താൻ ആഗ്രഹമുള്ളവർ വിളിക്കുക. 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2 പേരും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഒരു പീസ് 1000 രൂപ എന്നുള്ള റേറ്റിൽ നമുക്ക് തരാൻ പറ്റും. ഫുഡ് ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങി ചെറുതായിട്ട്. ഹാൻഡ് ഫീഡ് നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കണ്ടീഷനിലുള്ള ബേർഡുകളാണ്. കാരണം ഇവന്മാര് സെൽഫ് ഫീറ്റിങ്ങിന്റെ പ്രായം ആയായിരുന്നു ഓൾറെഡി. പക്ഷെ നമ്മൾ സെൽഫ് ഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെച്ചു കൊടുത്തില്ല. കാരണം ഹാൻഡ് ഫീഡ് കൊടുത്ത് കുറച്ച് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് തരുന്നത്. തീരെ ചെറിയ കുട്ടിയിൽ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ വന്നപ്പോഴത്തേക്ക് ശരിക്കും മാംസ കഷ്ടം പോലെ മാത്രമേ ഉള്ളായിരുന്നു. കാരണം ഇതിൻ്റെ തള്ള ഇവരെ നന്നായിട്ട് നോക്കുന്നില്ലായിരുന്നു. അതായിരുന്നു പറ്റിപ്പോയത്. ഇവർക്ക് ഫുഡ് പ്രോപ്പറായിട്ട് ചെല്ലുന്നില്ലായിരുന്നു, ഫീഡ് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഇവർ ഓൾറെഡി വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കുട്ടിക്കുണ്ടായിരുന്നു. അപ്പം തള്ളയുടെ പ്രോപ്പറായിട്ടുള്ള കെയറിങ് ഇല്ലാതെ കൊണ്ടുവന്ന കംപ്ലൈൻ്റ് ആണ് ഇവർക്ക് ശരിക്കും. അപ്പോൾ ഈ ഒരു ബേർഡ് നമ്മളിപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്തപ്പോൾ തീരെ ചെറിയ കുട്ടീനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് നമ്മൾ റേസ് ചെയ്തെടുത്താണ്. അപ്പോൾ ഒരു കുട്ടീന് 1000 രൂപ എന്നുള്ള റേറ്റിൽ. അപ്പോൾ ഇയാൾക്ക് പറയത്തേക്ക് വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ചെറുതായിട്ടൊരു റൊട്ടേഷനേ ഉള്ളൂ. പക്ഷെ ഇയാൾക്കെന്ന് വെച്ചാൽ ഒരു കാല് ഫുള്ളായിട്ട് ആള് ഹെൽത്തി ഇയാളാണ്, കൂടുതൽ ആരോഗ്യമുള്ളതും നന്നായിട്ട് ഫുഡൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന ആൾ ഇയാളാണ്. അതുപോലെ ഇച്ചിരി ഒരു പിടിവാശിക്കാരൻ കൂടെയാണ് കേട്ടോ. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നേരത്തെ പുള്ളിക്ക് പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ പുള്ളി കഴിച്ചിട്ട് ഇവർക്കൊക്കെ കൊടുക്കുള്ളൂ. ആ ഒരു രീതിയും കൂടെ ഉണ്ട് ഇയാൾക്ക്. ഒരു ചട്ടമ്പി ടൈപ്പാണ്. അപ്പോൾ ആൾക്ക് ഇതുപോലെ തന്നെ കാലിന് ഒരു കാല് ഫുള്ളായിട്ട് അകത്തോട്ടാണ്. പക്ഷെ ഇതുണ്ടല്ലോ, ഇതുപോലെ ആക്ടിവിറ്റിക്കൊന്നും തീരെ കുറവൊന്നുമില്ല. നന്നായിട്ട് പറക്കും. ഇപ്പോൾ പറഞ്ഞ കേട്ടോ, നന്നായിട്ട് പറക്കും. അതുപോലെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യാൻ പ്രോപ്പറായിട്ട് ലാൻഡ് ചെയ്യും. ചില കാര്യങ്ങളിൽ മാത്രമല്ല, ചില ഈ വടിയിലൊക്കെ കയറി ഒറ്റയടിക്ക് കയറി ഇരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കാര്യത്തിൽ മാത്രമേ ആൾക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഒരു കുട്ടീനെ 1000 രൂപ എന്നുള്ള റേറ്റിൽ നമുക്ക് വരെ തരാൻ പറ്റും കേട്ടോ. പൈനാപ്പിൾ കുഞ്ഞ് വന്ന് 2 പേർക്കും ചെറിയ ഡിഫക്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ആ ഡിഫക്റ്റ് മനസ്സിലാക്കി നിങ്ങൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബേർഡ് നിങ്ങൾ വളർത്തുന്നതിന് കുഴപ്പമില്ല എന്നുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഈ ബേർഡിന് വേണ്ടിയിട്ട്. റേറ്റ് കുറവാണെന്നും പറഞ്ഞിട്ട് ആരും ഈ ബേർഡിനെ എടുക്കാൻ വേണ്ടി വിളിക്കണം. നിങ്ങൾക്ക് അതിനൊരു വികലാംഗത അല്ല, അതിനൊരു ചെറിയൊരു ബോഡിയിൽ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എടുക്കാൻ തയ്യാറായിട്ടുള്ളവർ മാത്രം ഈ 2 ബേർഡിന് വേണ്ടി വിളിച്ചാൽ മതി. ഒരു പീസ് 1000 രൂപ എന്നുള്ള റേറ്റ് നമുക്ക് തരാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പെറ്റ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, അതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ചേഞ്ചസ് നിങ്ങൾ പറയുമ്പോഴും നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളുടെ വീഡിയോയിൽ എന്തൊക്കെ പോരായ്മകളുണ്ടല്ലോ, എന്നൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നമ്മളെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം.